CPIM-നെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും തലപ്പൊക്കമുണ്ടായിരുന്ന നേതാവ് തന്നെയായിരുന്നു സുരേഷ് കുറുപ്പ്. CPIM ഇപ്പോൾ അവഗണിച്ചിട്ടിരിക്കുന്ന അതേ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയും അതുപോലെ ജോസ് കെ മാണിയും ഒക്കെ കെട്ടുകെട്ടിച്ചിട്ടുണ്ട്. പലതവണ അദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഏറ്റുമാനൂരിൽ 2 തവണ മത്സരിച്ച് വളരെ പ്രയത്നിച്ചാണ് ആ 2 തവണയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ മണ്ഡലമാണ് കഴിഞ്ഞ തവണ VN വാസവന് കൊടുത്തത്. സുരേഷ് കുറുപ്പ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പറഞ്ഞു തന്നെയാണ് VN വാസവൻ വോട്ട് ചോദിച്ചതും VN വാസവൻ ജയിച്ച് സഹകരണ മന്ത്രിയായതും. സുരേഷ് കുറുപ്പ് കൃത്യമായി പറയുന്നു, താൻ TP ചന്ദ്രശേഖരൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. TP ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ CPIM-ലെ ക്രിമിനലുകളെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ പേരിലാണ് പാർട്ടി നടപടിയെടുക്കാൻ ശ്രമിച്ചതും തന്നെ തരം താഴ്ത്തിയതും ഒക്കെ. തനിക്കതിൽ യാതൊരു വിഷമവുമില്ല. എന്നാൽ കോൺഗ്രസിൽ നിരന്തരമായി വരുന്ന ഓഫറുകളെ പറ്റി കൃത്യമായി സുരേഷ് കുറുപ്പ് വാചാലനാകുകയാണ്. ഏറ്റുമാനൂരിൽ തന്നെ കോൺഗ്രസ് അസംബ്ലി സീറ്റ് നൽകിയാൽ തീർച്ചയായും അവിടെ VN വാസവനെ അട്ടിമറിക്കാൻ കഴിയും. സുരേഷ് കുറുപ്പ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത്രമേൽ മികച്ചതാണ്. ഏറ്റുമാനൂരിലെ ഓരോ മുക്കിലും മൂലയിലും ഏറ്റവും ജനകീയമായ രീതിയിൽ ഇടപെടാനും സംസർഗം നടത്താനും സുരേഷ് കുറുപ്പിന് 10 കൊല്ലത്തോളം കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 2011 മുതൽ 2021 വരെയായിരുന്നു അദ്ദേഹം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം MLA ആയിരുന്നത്. ഇതിൽ 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നു. സുരേഷ് കുറുപ്പിൻ്റെ പേര് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പല രീതിയിലും തഴയാൻ പാർട്ടി ശ്രമിച്ചു. 2016-ലും സുരേഷ് കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോട്ടയം CPIM ജില്ലാ കമ്മിറ്റിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. കാരണം ജില്ലാ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് VN വാസവനും സംഘവുമാണ്. VN വാസവനേക്കാൾ എത്രയോ ജനകീയനാണ് സുരേഷ് കുറുപ്പ്. കൃത്യമായി പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻകൈ എടുക്കുകയാണ് സുരേഷ് കുറുപ്പിനെ കോൺഗ്രസിലേക്ക് അഥവാ UDF-ന്റെ ഭാഗമായി കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്താൽ വലിയ രീതിയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ തിരുവഞ്ചൂരും ഒക്കെ കോട്ടയം ജില്ലയിൽ വലിയ രീതിയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ സുരേഷ് കുറുപ്പിനെ പോലെ ചിലർ വന്നാൽ മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടാകുന്ന വലിയ ഒരു ആധിപത്യമുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിന് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മാണി കോൺഗ്രസിനെ തകർത്തതിൻ്റെ ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് മോന് നന്നായി അറിയാം, കോൺഗ്രസിൻ്റെ മെക്കിട്ട് കയറാൻ ഇനി പറ്റില്ല. കോൺഗ്രസിനെ എതിർത്തുകൊണ്ടായിരുന്നു KM മാണി അവിടെ നിരവധി തവണ ജയിച്ചു കയറിയത്. അന്നൊക്കെ KM മാണി പറഞ്ഞത് തന്നെ കാലുവാരാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതാക്കളാണ് എന്നൊക്കെയാണ്. എന്നിരുന്നാലും സുരേഷ് കുറുപ്പിനെ പോലുള്ളവരെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയമായി തന്നെ കണക്കാക്കുന്നു. CPIM ഉപയോഗിച്ച് കറിവേപ്പില പോലെ കളയുന്നവർക്ക് എത്രത്തോളം ജനകീയ സ്വാധീനമുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാനും അതൊരവസരമാകും.